പത്തനംതിട്ട ആറന്മുള ഏഴിക്കാട് ഉന്നതിയിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച ക്യാമ്പുകളിൽ മതിയായ സൗകര്യങ്ങളില്ലെന്ന് പരാതി. ക്യാമ്പിലുള്ളവർ ജനപ്രതിനിധികൾക്കെതിരെ പ്രതിഷേധിക്കുകയാണ്. മാർട്ടിൻ ജോസഫ് ചേരുന്നുണ്ട്. മാർട്ടിൻ, നമ്മൾ കണ്ടു അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ CPM-ഉം പ്രതിപക്ഷ നേതാവും ഒക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന സർക്കാരിനെതിരെ വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഏകോപനം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഇതാ അതിന്റെ ഒരു നേർസാക്ഷ്യം എന്നോണമാണ് ഇപ്പോൾ പ്രതിഷേധം കൂടി ഉണ്ടാകുന്നു ജനപ്രതിനിധികൾക്കെതിരെ എന്നുള്ളത്. മാർട്ടിൻ, എന്താണ് അവിടെ അവർ പറയുന്നത്? ഭദ്ര, ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഴിക്കാട് ഉന്നതിയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് 100-ലധികം ആളുകൾ ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ ക്യാമ്പിൽ തന്നെയുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ഇവിടെ വെളിച്ചമില്ല. അതായത് പ്രധാനമായിട്ടും പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് കറണ്ടില്ല, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണാൻ സാധിക്കും, ഇതൊരു വണ്ടിയിൽ വെള്ളം ഇറക്കിയതാണ്. മറ്റ് സന്നദ്ധ സംഘടനകൾ ഇറക്കി കൊടുത്ത വെള്ളമാണ് ഇപ്പോൾ ഈ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ മറ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഇത്തരത്തിൽ യാതൊരു വിധത്തിലുമുള്ള സഹായം ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഈ ക്യാമ്പിലേക്ക് വരുമ്പോൾ ആദ്യം അബിൻ വർക്കി MLA ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു നൽകിയിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ അത്തരത്തിലല്ല ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു അന്തേവാസിയായിട്ടുള്ള ഒരു ചേട്ടനോട് തന്നെ സംസാരിച്ച് നോക്കാം. ഇതാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് ഇവിടെ കറണ്ടില്ല, രാവിലെ തൊട്ട് കറണ്ടില്ല. പിന്നെ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഒരു 3 മണി കഴിഞ്ഞ ഭക്ഷണം, എല്ലാവരും പട്ടിണിയായിരുന്നു. പിന്നെ ഇപ്പോൾ തന്നെ ഇപ്പം കണ്ടില്ല, വെള്ളമില്ല ഇവിടെ, വെള്ളം കിട്ടുന്നില്ല. വെള്ളം MLA ഇതുവരെ കയറിയിട്ടില്ല. മുമ്പേ കണ്ട രാവിലെ വരുമെന്ന് അങ്ങോട്ട് പറഞ്ഞത്, മുമ്പേ കണ്ട അവിടെ വന്ന് കയറിയത്. അല്ല, MLA കുറച്ച് മുമ്പ് താഴെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു സൗകര്യം ഒരുക്കുന്നില്ല, അതൊക്കെ ചുമ്മാ പറയുന്നത്. ഇല്ല, ഭയങ്കര കണ്ടില്ല, നിങ്ങൾ വരും കണ്ടില്ല. ദുരിതമുള്ളത്, ദുരിതം മാത്രമേ ഉള്ളൂ. അല്ല, ഭക്ഷണം എത്തിച്ചു അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള എത്ര മണിക്കാ ഭക്ഷണം കഴിച്ച്? ഞങ്ങൾ 3:30 കണ്ടേ ഭക്ഷണം കഴിച്ചു. എപ്പോഴാണ് നിങ്ങൾ ക്യാമ്പിലേക്ക് വന്നത്? ഞങ്ങൾ ക്യാമ്പിൽ വന്നത് ഒരു രാവിലെ വന്നു. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു? 5 ദിവസം കയറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഏഴിക്കാട് ഉന്നതിയിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പൊ അവിടെ ഏകദേശം എത്രത്തോളം വീടുകളുണ്ടായിരുന്നു? അവിടെ ഇവിടെ ഒരു 1500 വീടുകളുണ്ടായിരുന്നു. അപ്പം ഭദ്ര, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അതായത് ഇപ്പോൾ നിരവധി ആളുകളുള്ളൊരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഉന്നതിയാണ് ഏഴിക്കാട് ഉന്നതി. ഈ ഉന്നതിയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും വെള്ളമോ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് സാധനങ്ങളോ ഇല്ലാതെ കഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾ നമ്മളിപ്പോൾ ഇങ്ങ് വന്നപ്പോഴത്തേനും പ്രതിഷേധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്നപ്പോഴത്തേനും MLA ഇവിടെ ഉണ്ടായിരുന്നു, അബിൻ വർക്കി MLA ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നത് ഇവിടെ വലിയ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് MLA പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഇതേ ക്യാമ്പിലുണ്ടായിരുന്ന ആളുകൾ ഇവിടെ വരുന്നതും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മളോട് പറഞ്ഞു ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചേട്ടാ, ഇവിടെ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു ചേട്ടാ ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഇന്നലെ വന്ന ഒരു മിനിറ്റ് ചേട്ടാ, ഇതൊന്ന് കൊണ്ടുപോയിക്കോട്ടെ. അദ്ദേഹം ഇപ്പോൾ ചില സാധനങ്ങൾ എടുത്തു മാറ്റുന്നൊരു തിരക്കിലാണ്. ചില DYFI പോലുള്ള ചില സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ ചില സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും MLA-യോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്, ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നേർ വിപരീതമായിട്ട് ഇപ്പോൾ ഇവർ തന്നെ പണം മുടക്കി ഈ ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ടാങ്കാണ് ഇപ്പോൾ ഇവരിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് വെള്ളം നിറയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ അവിടെ ലോറിയിൽ വെള്ളം ഇറക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ചേട്ടാ, എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നം? എന്തായിരുന്നു ചേട്ടാ ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഏഴിക്കാടെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കോളനിയാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രളയം നടക്കുന്നൊരു പ്രദേശമാണ്. ഈ അബിൻ വർക്കി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ MLA പുള്ളി ഇന്നത്തെ ദിവസം തന്നെ വെച്ചാൽ, നമ്മളിപ്പോൾ DYFI നമുക്ക് പ്രതിഷേധം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പറയുന്ന ആൾ ഇന്നലെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നൊരു പ്രതിഷേധമാണ്. JCBയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഒരു ഷോമാനെ പോലെ മറ്റേ ആറന്മുള എന്ന് പറയുന്ന പ്രദേശത്തുകൂടി ഈ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്നു. പക്ഷേ ഏഴിക്കാട് ഇത്രയും വെള്ളം കയറി കഴിഞ്ഞപ്പം ഇന്ന് വന്ന് ഏഴിക്കാട് കൊള്ളിക്കകത്ത് ഒരു കിലോ ഏത്തക്ക കൊണ്ടുവന്നിട്ട്
ഓരോ മനുഷ്യർക്ക് ഏത്തക്കയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ന് പ്രഭാതമായിട്ട് ഇവിടെ ഇരിക്കുന്ന ജനങ്ങളോട് കൃത്യമായിട്ട് ചോദിക്കണം, നിങ്ങൾ പ്രഭാതമായിട്ട് ഇന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന രാവിലെ വെള്ളമുണ്ടോ, പ്രഭാത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, രാവിലത്തെ ഭക്ഷണം എപ്പോഴാണ് കിട്ടിയത്, ഉച്ചയ്ക്കത്തെ ഭക്ഷണം എപ്പോഴാണ് കിട്ടിയത്, ഒന്നും തിരക്കുന്ന ഒരു സമീപനമല്ല. പക്ഷേ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും തിരക്കി. നമ്മളിവിടെ DYFI എന്ന് പറഞ്ഞ് ഇന്ന് വെളുപ്പിന് 5 മണി വരെ എഴിക്കാട് കോളനി എന്ന് പറയുമ്പം എഴിക്കാട് നഗർ അങ്ങനെ പറയണം, എഴിക്കാട് നഗറിലേക്ക് നമ്മൾ ഇന്ന് 5 മണി വരെ DYFI എന്ന് പറയുന്ന പ്രവർത്തകർ മൊത്തം വീടുകൾ. ഇപ്പോൾ നമ്മൾ MLA യോട് സംസാരിച്ചല്ലോ. അപ്പോൾ MLA പറഞ്ഞിരുന്നത് ഈ പ്രദേശത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യത്തിലും എത്തിച്ചിട്ടില്ല. എന്ത് സാധനമാണ് എത്തിച്ചിട്ടുണ്ടെന്ന് ഇവിടെ നിങ്ങൾ നോക്ക്. നിങ്ങൾ മാർട്ടിൻ, എന്തായാലും പത്തനംതിട്ട ആറന്മുള